നമ്മൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് നല്ല വാഹനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിലൂടെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ ഇവർക്കും കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ, ഇവനിവിടെ നിർത്തിപ്പൊക്കി പറയുന്നതല്ല, വാഹനങ്ങളെ കുറിച്ചുള്ള ഇവനെ കുറിച്ച് അറിവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല മാന്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട്സ്, അവരുടെ കുടുംബക്കാർ, അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കയറി വരുന്നുണ്ട് അല്ലേ. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്രയാർ പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ഷോറൂം. ഈ ലൊക്കേഷനിലെ ആളുകൾ മാത്രമല്ല ഇവിടേക്ക് വരുന്നത്, കേരളത്തിന്റെ പല ഭാഗത്തും വരുന്നുണ്ട് അല്ലേ. വണ്ടി കാണാതെ പോലും എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണയും ഓണം പ്രമാണിച്ച് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ, മാരുതി വാഹനങ്ങളുണ്ട്, അതർ ബ്രാൻഡും ഉണ്ട് അല്ലേ? എല്ലാ ബ്രാൻഡും ഉണ്ട്. നമുക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എത്ര രൂപ തുടങ്ങണം? നമുക്ക് ഒരു 2 ലക്ഷം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 10-11 ലക്ഷം രൂപ വരെയൊക്കെ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ബഡ്ജറ്റിൽ വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് വരാൻ പറ്റുന്ന ഷോറൂമാണ്. ഇവിടുന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ, വാറണ്ടി കാര്യങ്ങൾ സർട്ടിഫൈഡ് വാഹനങ്ങളാണ്. നമ്മൾ ട്രൂ വാല്യൂ കൊണ്ട് മാരുതി വാറണ്ടി 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ. അതെ അതെ, ഇവിടെ തന്നെ വരണമെന്നില്ല അല്ലേ? ഇല്ല, ഓൾ ഇന്ത്യയിൽ മാരുതി ഓതറൈസ്ഡ് സർവീസിന്റെ നമുക്ക് വാറണ്ടി സർവീസും ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ ആണ്. ഓണം പ്രമാണിച്ചിട്ട് സൺഡേ ഓപ്പൺ ആണ്. സൺഡേ വിളിച്ചാലും കിട്ടും. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നല്ല നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വേണമെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ കാണിക്കുന്നത് ഏകദേശം ഒരു 20ഓളം വാഹനങ്ങളില്ലേ. അത് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിൽ വരാം. കാരണം പോപ്പുലർ വെഹിക്കിൾസിന്റെ ഗ്രൂപ്പാണ്. ഒരുപാട് സ്റ്റോക്ക് എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് ഷോറൂമുകളാണ്. നമ്മളിപ്പോ തന്നെ 100-300 സ്റ്റോക്ക് റെഡിയിൽ കിടക്കുന്നുണ്ട്. ഈ ബ്രാഞ്ചിൽ 10 വണ്ടിയുള്ളൂ. പക്ഷെ നമുക്ക് ചാലക്കുടി, പാലക്കാട്, അതുപോലെ തൃശ്ശൂർ, ഒല്ലുക്കരൊക്കെ ബ്രാഞ്ചുകളുണ്ട്. അതൊക്കെ വണ്ടികളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടുത്തെ വാഹനങ്ങളാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇവിടെ കൊടുന്ന് കാണിക്കാൻ ടോട്ടൽ സ്റ്റോക്ക് ആണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഈ മാസം സ്റ്റോക്ക് കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്പെട്ട വാഹനമായിട്ടുള്ള വാഗനർ മുതൽ തുടങ്ങാം അല്ലേ? ആൽവിനെ, ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ, 2020 രജിസ്ട്രേഷൻ വാഗനർ VX 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇപ്പൊ ഇപ്പൊ ഈ ഒരു വാഗനർ കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ കാർ സംബന്ധിച്ചോളം VX എന്ന് പറഞ്ഞാൽ കിട്ടില്ല, ZX എന്ന് പറയുന്ന വേരിയന്റ് ആണത്. 1200 cc പോകണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെ അതെ, ഇത് സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാര്യങ്ങളുണ്ട്. കമ്പനി സർവീസ് ആണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ട് നമുക്ക് ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂടാതെ അത് പെട്രോൾ വേരിയന്റ് ആണ്. പിന്നെ കൂടാതെ ഈ വാഗണറിൽ അത്യാവശ്യം ആക്സറീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല കസ്റ്റമർക്ക്. എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, സ്പോയിലർ, അതുപോലെ ഫോഗ് ലാമ്പ്, ക്രോമുകൾ, അതുപോലെ സൈഡ് സെന്റർ, ഫെൻഡർ സെന്റർ, അങ്ങനെ എല്ലാ ആക്സറീസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ZX തന്നെയാണ്. അതെ അതെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ ചോദിക്കുന്നത് 5,20,000 ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 50,000-60,000 കൊടുത്താൽ മതിയാവും. പിന്നെ 4 ടയർ പുത്തനാണ്. ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട. എടുക്കുന്ന കസ്റ്റമേഴ്സിന് സർവീസ് അടക്കം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം 3 ഫ്രീ സർവീസ് ഫ്രീ ഉണ്ട് അല്ലേ? വാറണ്ടി ഒരു നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ്. മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂം ആണെങ്കിൽ കൂടി അതർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? നമുക്ക് ഇത് ഹ്യുണ്ടായുടെ വാഹനം തന്നെ. ഇത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ നിയോസ് എന്നാണ് ഓപ്ഷൻ വരുന്നത് മോഡലാണ്. അതെന്ന് വെച്ചാൽ ആസ്റ്റ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ എഞ്ചിൻ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. വെറും 42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എല്ലാം ക്ലിയർ ആണ്. പക്ക വണ്ടിയാണ്. ഇത് നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനം ആയിട്ട് പോലും ഹ്യുണ്ടായുടെ ഈ ഒരു വാഹനത്തിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇത് ആസ്റ്റ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെ മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നത്? മെയിൻ ആയിട്ട് പറയുമ്പോൾ അലോയിൽ വരുന്നുണ്ട്. പ്രശ്നപ്പെട്ട അലോയിൽസ് ആണ് വരുന്നത്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ, അതുപോലെ ഓട്ടോമാറ്റിക് AC, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, സെൻസേഴ്സ്, ABS, എയർ ബാഗ്, എല്ലാ പുത്തൻ ടയർ എടുക്കുന്നത്. പുതിയ ടയേഴ്സ് ആണ് കിടക്കുന്നത്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ലോഡ് വണ്ടിയാണ്. ഇൻഷുറൻസ് കാര്യങ്ങളോ എല്ലാം പക്കയാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. അതിന് ചോദിക്കുന്ന പ്രൈസ് 6,70,000 നമ്മൾ ചോദിക്കുന്നത്. 6,70,000. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 6 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. 70,000 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തല്ലേ? നമ്മൾ കേരളത്തിൽ എവിടെയാണ് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും. 85% ലോൺ കയറും. നിങ്ങൾ കേരളത്തിൽ എവിടെയാണ് ലോൺ ചെയ്ത് കൊടുത്താൽ മാത്രം പറയാം. വണ്ടി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണ് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യാൻ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂവലിന്റെ എക്സ്പെൻസും അതുപോലെ ഡ്രൈവർക്കുള്ള ചാർജും കസ്റ്റമർ അഡീഷണൽ എടുക്കേണ്ടി വരും. ചെയ്താൽ മതി. ഹോം ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ, ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ വീടിന് മുന്നിൽ വാഹനം. അടുത്തായിട്ട് മാരുതിയിലെ കുറച്ച് വലിയ വാഹനമൊക്കെ അന്വേഷിച്ച് ഇറക്കുന്നവർക്ക് ഇപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറി കഴിഞ്ഞു അല്ലേ ബ്രസ? അതെ അതെ. ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2020 മോഡല് വിറ്റാര ബ്രസ ZX പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ZX പ്ലസ് ഓട്ടോമാറ്റിക് മാത്രമല്ല ഡ്യുവൽ ടോൺ കൂടിയാണ്. ഡ്യുവൽ ടോൺ ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഓക്കെ.
പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോൾ എഞ്ചിനാണ് 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1.5 ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എല്ലാം പക്കയാണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. സർട്ടിഫൈഡ് വാഹനമാണ്. അപ്പോൾ എത്ര വാറണ്ടി? 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ZX എന്ന് പറയുന്ന ടോപ്പ് എൻഡിൽ നമുക്ക് എന്താ എടുത്തു പറയാനുള്ള? ZX പ്ലസ് ഡ്യുവൽ ടോൺ. ഡുവൽ ടോണിൽ എന്താണ് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് DRL LED ഫംഗ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പർ ഫംഗ്ഷൻ വരുന്നത്. ഹെഡ്ലൈറ്റ് വരുന്നത് വൈപ്പറൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ട്രെയിൻ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് വൈപ്പ് ചെയ്യും. അതെ. പിന്നെ അതുപോലെ നമുക്ക് ബാക്ക് റിയർ ക്യാമറ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇനൊന്നും അഡീഷണൽ വെക്കേണ്ട ആവശ്യമില്ല. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഒരു വാഹനത്തിന്റെ വില പറയുമ്പോൾ നിങ്ങൾ ബേസ് മോഡൽ വാഹനത്തിന്റെ വിലയും ടോപ്പ് എൻഡിന്റെ വിലയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് അത് എടുത്ത് പറയേണ്ടതാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 9,60,000 ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 1 ലക്ഷം കൊടുക്കേണ്ടി വരും. 1 ലക്ഷം രൂപ. ആ കുറച്ച് വലിയ എമൗണ്ട് ആയതുകൊണ്ട് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. സർട്ടിഫൈഡ് വാഹനമാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അടുത്തായിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ 800. ഈ 800 അത്യാവശ്യം എല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊരു 800 ആണല്ലേ? ഹെവി ലുക്കാണ്. കാരണം ഒരു ജസ്റ്റ് ഒരു അലവിൽ മാത്രം കയറ്റിയുള്ള സ്പോയിലറും വണ്ടിയുടെ ലുക്ക് തന്നെ അറിയില്ലേ? ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ ഓൾട്ടോ 800 LX ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 66,000 കിലോമീറ്റർ അല്ലേ? പെട്രോൾ മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും. പിന്നെ കൂടാതെ വണ്ടി കണ്ടാൽ തന്നെ അറിയാലോ, നമുക്ക് അത്യാവശ്യം ആക്സറീസ് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ആക്സറീസ് ചെയ്തിട്ടുണ്ട്. നല്ല പുത്തൻ ടയർ, 4 പുത്തൻ ടയർ, അതുപോലെ അലോയ് വീൽസ്, അതുപോലെ നമുക്ക് സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ, സ്പോയിലർ, അങ്ങനെ എല്ലാ ആക്സറീസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടറിയാം വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന വണ്ടി തന്നെയാണ്. ഇതിൽ പിന്നെ വേറെ കാര്യം എടുത്തു പറയേണ്ടത്, ഇത് ഓൾട്ടോ നിർത്തുമുള്ള ഫേസ് ആണ്. അതിൽ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സും കാണാൻ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കുട്ടപ്പനായിട്ടുള്ള ഒരു ഓൾട്ടോ 800 ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് 3,70,000 നമ്മൾ ചോദിക്കുന്നത്. ഓൾട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് 50,000 കൊടുത്താൽ മതി. 50,000 രൂപ. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ വാഹനമൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് വാറണ്ടി സർവീസ് ഒക്കെ കിട്ടിയത്. ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള യൂസ്ഡ് കാർസിനും ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി സർവീസ് ഉണ്ട്. അടുത്തായിട്ട് നമ്മുടെ അടുത്ത് മാരുതിയുടെ ഓൾട്ടോ കേട്ടൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. നല്ല ക്വാളിറ്റി പീസ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? ഇത് ഏതാ മോഡൽ തന്നെ? ഇത് 2014 മോഡൽ ഓൾട്ടോ കേട്ടൻ LX ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 29,000 ലോ കിലോമീറ്റർ ഓടിയ നല്ലൊരു വാഹനം കേട്ടോ. കാരണം എത്രയൊക്കെ കിലോമീറ്റർ കുറവില് വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ റെയർ പീസാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരിക? നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളാണ് വരുന്നത് അല്ലേ? ടയർ കാണാൻ കണ്ടീഷൻ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പൈസ 2,50,000 നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഒരു 40-50 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാം. ബാക്കി നമുക്ക് 85% ലോൺ കയറും. 4 വർഷം വരെ ലോൺ കിട്ടും. 4 വർഷം വരെ ലോണും കിട്ടും. ഒരു മീഡിയം ബഡ്ജറ്റ് വാഹനമാണ്. ലോൺ ചെയ്യേണ്ട ആവശ്യം കൂടി വരുന്നില്ല. എന്നിരുന്നാലും ലോണിൽ വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. ഒക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. വേറെ നമ്മൾ അഡീഷണൽ പുറത്ത് പോയി അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് i10 അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡലാണ്. ഹ്യുണ്ടായി ഗ്രാൻഡ് i10 സ്പോർട്സ് വേരിയന്റ് ആണ്. അതായത് ആസ്റ്റയാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അതിന് തൊട്ട് താഴത്തെ മോഡൽ. ഇതിൽ ആസ്റ്റന അപേക്ഷിച്ച് ഇതിൽ ഇല്ലാത്തതും ചില അലോയ് ഉണ്ടായിരിക്കില്ല. ബാക്ക് വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളുണ്ടായിട്ട് പുഷ് സ്റ്റാർട്ട് ആയിരിക്കില്ല. വ്യത്യാസമുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ ആണ്. 54,000 കിലോമീറ്റർ. എല്ലാം ഉണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഗ്രാൻഡ് i10 ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,80,000 നമ്മൾ ചോദിക്കുന്നത്. 380. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് 50,000 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 50,000 രൂപ. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ചോദിക്കുന്നത്. ബാക്കി നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. വേറെ മാത്രം ആക്സിഡന്റ് നല്ല ക്വാളിറ്റി വാഹനമാണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അത്രയും ക്വാളിറ്റി വാഹനങ്ങളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അടുത്തായിട്ട് മാരുതി റിറ്റ്സ് പരിചയപ്പെടാം. ഇത് ഏത് മോഡൽ വരുന്നത്? 2014 മോഡൽ റിറ്റ്സ് VX വേരിയന്റ് ആണ്. പെട്രോളില്ലേ? പെട്രോൾ എഞ്ചിനാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 77,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VX-ൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ 4 ഡോർ പവർ വിൻഡോ വരും. RPM മീറ്റർ വരും. സെൻട്രലും കാര്യങ്ങളൊക്കെ ഇല്ല. മാനുവൽ നമുക്കത് അഡീഷണൽ കസ്റ്റമർ റിമോട്ട് സെൻട്രൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർ കാര്യങ്ങളുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,60,000 നമ്മൾ ചോദിക്കുന്നത്. ഇത് 2014 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. 4 വർഷം വരെയാണ് നമുക്ക് ലോൺ കിട്ടുക. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 85% ലോൺ കയറും. ഒരു 50,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. 50,000 രൂപയ്ക്ക് കൊടുത്തേച്ച് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. അടുത്തായിട്ട് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800.
LX വേരിയന്റ് ആണോ? LX ആണ് വേരിയന്റ് വരുന്നത്. 2020 മോഡലാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 55,000 കിലോമീറ്റർ. ഇതിലേക്ക് നമുക്ക് എത്ര മൈലേജ് കാണാനൊക്കെ കിട്ടും? നമുക്ക് 20 മൈലേജ് കിട്ടും. 20 വരെ മൈലേജ് കാണാനൊക്കെ കിട്ടും അല്ലേ? മൈലേജ് സെഗ്മെന്റ് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. പോരാത്തതിന് ഇത് മാരുതി ഓൾട്ടോ നിർത്തുമുള്ള പൈസ ആണ്. ABS എയർ ബാഗ് മോഡലാണ്, VS6 എഞ്ചിനാണ് വരുന്നത്. VS6 എഞ്ചിനാണ് വരുന്നത്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്, 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അതിന് ചോദിക്കുന്ന പ്രൈസ് 3,50,000 നമ്മൾ ചോദിക്കുന്നത്. 350. അതിൽ നമുക്ക് 3 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടതല്ലേ? വാറന്റിയും കാര്യങ്ങളുണ്ടോ? സർട്ടിഫൈഡ് ആണ്, 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിൽ നമുക്ക് പോകാനും പറ്റും. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. അതാണ് വാറന്റി സർവീസ് ഉള്ള വാഹനങ്ങൾ എടുക്കാനുള്ള ഗുണം. അടുത്തായിട്ട് ലോ ബജറ്റിൽ ഒരു വാഹനം അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡാറ്റ്സൺ റെഡിഗോ അല്ലേ? ഏതാ മോഡൽ? ഇത് 2016 ആണ് മോഡൽ വരുന്നത്. അതുപോലെ ഇത് ഓണർഷിപ്പ് തേർഡ് ആണ് വരുന്നത്. തേർഡ് ഓണർഷിപ്പ്. 83,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. പെട്രോൾ അല്ലേ? പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ മാനുവൽ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 1,70,75,000 ചോദിക്കുന്നത്. 1,70,75,000 രൂപ. ഒരു ബൈക്ക് വാങ്ങുന്ന പൈസക്ക് നമുക്കൊരു കാർ വാങ്ങാവുന്നതാണ്. ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ സെലേറിയോ അല്ലേ? നല്ല ക്വാളിറ്റി പീസ്, ഉള്ളാണെങ്കിലും പുറമാണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സിലേറി VX ഓട്ടോമാറ്റിക് ആണ് വണ്ടി. VX ഓട്ടോമാറ്റിക്. ഫാമിലി കസ്റ്റമേഴ്സിന് എടുത്ത് പറയുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി. കാരണം ലേഡീസ് ഒക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് സെലേറിയോ അല്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. 85% ലോൺ കയറും. 4 വർഷം വരെയാണ് നമുക്ക് ലോൺ കിട്ടാം. ഓക്കെ. എന്തൊരു ഫീച്ചേഴ്സ്? നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ, റിമോട്ട് സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഗ്ലാംസ് കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നുണ്ട് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,75,000 നമ്മൾ ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? നമുക്ക് 50,000 ഡൗൺ പേയ്മെന്റ് മതി, കൊടുത്താൽ മതി. അടുത്തായിട്ട് വീണ്ടും മാരുതിയുടെ ഓൾട്ടോ 800 അല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. ഓണർഷിപ്പ് തേർഡ് ആണ് വരുന്നത്. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 82,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. 4 ടയർ പുത്തൻ ടയറാണ്. 4 ടയർ പുതിയതാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,75,000 ചോദിക്കുന്നത്. 1,75,000 ചോദിക്കുന്നത്. ലോ ബഡ്ജറ്റ് ഓൾട്ടോ 800 താല്പര്യം കോൺടാക്ട് ചെയ്യുക. ഇതേത് മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ സിലേറിയോ VX ആണ്. മാനുവൽ ആണ് വരുന്നത്. അതുപോലെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വെറും 15,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. വെറും 15,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയ സെലേറിയോ വാഹനമാണ്. അതിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. കണ്ടീഷനൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാണാൻ? നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ 4 ഡോർ പവർ വിൻഡോ വരും. പിന്നെ അഡീഷണൽ കസ്റ്റമർ റിമോട്ട് സെന്റർ ലോക്ക്, സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇത് സർട്ടിഫൈഡ് വണ്ടിയാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. സർട്ടിഫൈഡ് വാഹനമാണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് ചോദിക്കുന്ന 4,85,000 ചോദിക്കുന്നത്. 4,85,000. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. അടുത്തായി ഹുണ്ടായിയുടെ ഇയോൺ എന്ന വാഹനമാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത്. 2012 മോഡലാണ് ഇയോൺ വരുന്നത്. ഡിലൈറ്റ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. പെട്രോൾ മാനുവൽ. നല്ല ക്വാളിറ്റി ഒന്നുമില്ല. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 1,70,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 85% ലോൺ ചെയ്യാൻ പറ്റും. 2 വർഷം വരെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 2 വർഷം വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലോ ബഡ്ജറ്റ് ആണ്. റെഡി ക്യാഷ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ ആണ് സ്റ്റോക്ക് ഉള്ളത്. ഇത് ഈ കേട്ടൺ മോഡൽ? ഇത് 2016 മോഡൽ ഓൾട്ടോ കേട്ടൺ VX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 78,000 കിലോമീറ്റർ. അതെ, മാനുവൽ ആണ്. അതിൽ കൂടാതെ കസ്റ്റമർ അഡീഷണലി സെന്റർ ലോക്ക്, അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണലി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 2,70,000 നമ്മൾ ചോദിക്കുന്നത്. 2,75,000. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 85% ലോൺ കിട്ടും. 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം വരെ നമുക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാവുന്നതല്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് വാഹനങ്ങൾ ഇതേപോലെ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് എല്ലാം പരിചയപ്പെടാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അവസാനിപ്പിച്ചത്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണല്ലേ? നമ്പറും കാര്യങ്ങളൊക്കെ വാട്സപ്പിലല്ലേ? ഇനി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ, അതായത് കസ്റ്റമർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ദേഷ്യപ്പെടുന്നു വേണ്ട. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ റിപ്ലൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കൂലേ? ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ തൃപ്രയാറാണ്. പിന്നെ കൂടാതെ നമുക്ക് ഡെയിലി വണ്ടികൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ന്യൂ കാർ എക്സ്ചേഞ്ച് അഗൈൻസ്റ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി വണ്ടികൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഇൻ കേസ് കസ്റ്റമർ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ ഗ്രൂപ്പിൽ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അടക്കിടാം. അപ്പോൾ കയറുന്ന വണ്ടിയിൽ ആദ്യമേ അറിയാൻ പറ്റും. ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ആയിക്കോട്ടെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറെ ഒരു 3-4 മാസം മുന്നത്തെ വീഡിയോസ് കണ്ടിട്ട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. കാരണം വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് അപ്ഡേറ്റ് ആവും.
അപ്പൊ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കയറണ വണ്ടി എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്ന വാഹനങ്ങൾ അന്വേഷിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്നില്ല. കാരണം വണ്ടി ചിലപ്പോൾ നേരിട്ട് പോകും, വീഡിയോസ് കണ്ടിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ആ ഒരു ടൈപ്പ് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. എന്താണെങ്കിലും കോൺടാക്ട് ചെയ്തോ കേട്ടോ.